ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷാവസ്ഥകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2ാം ഭാവത്തിലെ കേതുവും അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവും 7ൽ നിൽക്കുന്ന ശനിയും ദോഷം തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം അറിയാതെ പോലും ഒരു വാക്ക് മറ്റുള്ളവരെ വളരെ നല്ല രീതിയിൽ നോവിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ വഴക്കും കേസുമൊക്കെയായി മാറാം. അപവാദത്തിന് ഇരയാകാനുള്ള സാധ്യതയുണ്ട്. ഓരോ കാര്യവും അങ്ങേയറ്റം ആലോചിച്ച് ചെയ്യുക. തങ്ങൾ നല്ല കാര്യം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ പാരയായി വരാനുള്ള സാധ്യത കൃത്യമായും കാണുന്നുണ്ട്. ശരീരത്തിൽ വിഷാവസ്ഥ കടന്നു ചെല്ലാനുള്ള സാധ്യത, അലർജി അസുഖങ്ങളുണ്ടാവാം. ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും ആഹാരം കഴിച്ചാലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ക്ഷുദ്രജീവികളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാം. പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനവസരത്തിൽ രാത്രികളിൽ അജ്ഞാത സ്ഥലങ്ങളിൽ ഒക്കെ വേണ്ടത്ര ഉപാധികളില്ലാതെ പോകുന്നത് പരമാവധി ഒഴിവാക്കുക. മാത്രമല്ല കുടുംബത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, യാത്ര മുടങ്ങാനുള്ള സാധ്യത. കാരണം 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അതിനൊക്കെ കാരണമാകും. 4ൽ നിൽക്കുന്ന ശുക്രനും ബുധനുമാണ് ഇവർക്ക് അനുഗ്രഹമായി വരുന്നത്. ഈ പ്രശ്നങ്ങൾക്കിടയിലും കുടുംബത്തിൽ എവിടെയോ ഇവർക്കൊരു സമാധാനം കിട്ടുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. തൊഴിലിടങ്ങളിൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ വാക്കുകളും തങ്ങളുടെ പ്രവൃത്തികളും തൊഴിലിടങ്ങളിൽ വളരെ ശക്തമായി വരുന്നു. 2ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു വീട്ടിലും മറ്റിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും തൊഴിലിടങ്ങളിൽ ഇവർക്ക് ഇവരുടെ കഴിവ് കൊണ്ടുവരാൻ സാധിക്കുന്നു. 5ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും അതുപോലെ ചൊവ്വയും സന്താനങ്ങൾക്ക് ശാരീരികമായ അവശതയോ ദോഷമോ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം ഈ ആഴ്ച ഇവരെ കടാക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കഠിനാധ്വാനം, പരിപൂർണമായ ഈശ്വരഭക്തി ഇത് ആവശ്യമാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, പിന്നെ 12, 13.